മൃഗങ്ങളുടെ അവകാശങ്ങളുടെ പേരിൽ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ മാറ്റാൻ പറ്റില്ല. ഇത് സുപ്രീം കോടതി പറഞ്ഞതാണ്. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് നാഗരത്നയും NK സിംഗിൻ്റെയും ബെഞ്ച് കേരളത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആനയെ എഴുന്നള്ളിക്കുന്നതിന് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച തടസ്സങ്ങൾ തള്ളിക്കൊണ്ടാണ് ഈ പരാമർശം നടത്തിയത്. പരാമർശമല്ല, 36 പേജോ മറ്റുള്ള ഓർഡർ ഇറക്കിയിരിക്കുന്നത്. ആ ഓർഡറിൽ കൃത്യമായി ചില കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷവും കേരളത്തിലെ ഹൈക്കോടതി എടുത്ത നിലപാടിനോട് വിയോജിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമുള്ളതുമാണ്. കോടതി പറഞ്ഞത് ഈ ശൂന്യതയിൽ നിന്ന് കേട്ടിട്ട് ഹൈക്കോടതി കേസെടുത്തതുപോലെ തോന്നുന്നു. ഇതിൽ സുവമോട്ടോ കേസെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ കേരളത്തിലുള്ളവരാണ്. അതിനകത്ത് മലയാളി ജഡ്ജിമാരുണ്ട്. നമുക്കൊക്കെ ആദരണീയരായ, നമുക്കൊക്കെ അറിയാവുന്ന ആളുകളാണ് കേരള ഹൈക്കോടതിയിലെ ബഹുമാന്യരായ ജഡ്ജിമാർ. ഈ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതിന് വിലക്കുകളും വ്യവസ്ഥകളും ഏർപ്പെടുത്തി ജഡ്ജിമാർ അവരിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട്, ഉത്സവങ്ങൾ കാണുന്നവരുണ്ട്. എന്നാൽ പോലും സുപ്രീം കോടതി ഡൽഹിയിലിരുന്ന് ജസ്റ്റിസ് നാഗരത്നയും NK സിംഗും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആനയെ നീ 3 മീറ്റർ മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ ആന കേൾക്കും. ആനയ്ക്കിതറിയാമോ? അപ്രായോഗികമാണ് ഈ വിധി എന്നുള്ളത് അറിയാം. ഇപ്പോൾ തൃശ്ശൂർ പൂരം, ഓരോ ആനയും 3 മീറ്റർ നിർത്തി ആളുകളെ ഇത്ര മീറ്റർ അകലത്ത് നിർത്തിയെങ്കിൽ എങ്ങനെ പൂരം നടക്കും? തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രയീശൻ്റെ ഉത്സവം ആചാരപരമായി കാലങ്ങളോളം, നൂറ്റാണ്ടുകളോളം നടന്നു വന്ന ആ ഉത്സവം പതിവായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്ത ആ സ്ഥലത്ത് ആനയെ അണിനിരത്തി എഴുന്നള്ളിച്ച് നിൽക്കണമെന്നാണ് വ്യവസ്ഥ. അത് ഈ വ്യവസ്ഥ വന്നപ്പോൾ അവിടുന്ന് മാറ്റി ചെയ്യേണ്ടി വന്നു. ആചാരലംഘനം ഉണ്ടായി. അപ്പോൾ അത്തരം ആചാരലംഘനങ്ങൾ മൃഗങ്ങളുടെ അവകാശങ്ങളുടെ പേരിൽ നടത്തുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബഹുമാന്യരായ കേരളത്തിലെ ജഡ്ജിമാരോട് നമുക്ക് സ്നേഹവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പറയാം. അപ്പോൾ ദില്ലിയിലിരിക്കുന്ന ജഡ്ജിമാർക്ക് തോന്നിയ കാര്യം ഈ ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയും പങ്കാളികളാവുകയും കാണുകയും ചെയ്ത നമ്മുടെ ന്യായാധിപന്മാർക്ക് നിർഭാഗ്യവശാലം ഉണ്ടായില്ല. ഇപ്പോൾ 5-ാം തീയതി, അടുത്ത 5-ാം തീയതി ആറാട്ടുപുഴ പൂരം നടക്കാൻ പോവുക. അത് വൈകുന്നേരം 4:30 മുതൽ രാത്രി 7 വരെ മറ്റാണ് പൂരം എഴുന്നള്ളിച്ച് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ആന പങ്കെടുക്കുന്ന ഉത്സവമാണ്. തൃശ്ശൂർ പൂരത്തിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ, അല്ലേ? അതൊന്നും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആകുമായിരുന്നു. കുറേ കാലങ്ങളായി കേരളത്തിലെ ഉത്സവങ്ങളെ ആകെ തടസ്സപ്പെടുത്താൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഉത്സവം വരുമ്പോൾ ആനപ്രശ്നം വരും, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം വരുമ്പോൾ ഗ്രൗണ്ടിൻ്റെ ലേലത്തിൻ്റെ തുക കൂട്ടിവെക്കലാവും. അങ്ങനെ പലതലത്തിൽ തൃശ്ശൂർ വെടിക്കെട്ട് നിരോധനം. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ സംഘടിതമായി ഒരു വിഭാഗം ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകർ ഒക്കെ ഇങ്ങനെ വന്ന് ഈ കേരളത്തിലെ ഉത്സവങ്ങൾ നടക്കരുത്. ഇത് രാജ്യവ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ ദില്ലിയിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ല. പടക്കം പൊട്ടിക്കുന്നതുകൊണ്ടാണ് ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നത്. ആപ്പ് പറയുന്നു, ആം ആദ്മി പാർട്ടി, കെജ്രിവാളിൻ്റെ പാർട്ടിയാണ് ഇത് പറയുന്നത്. ഇതേ ആപ്പിൻ്റെ പഞ്ചാബിൽ നിന്ന് കൃഷി കഴിഞ്ഞിട്ട്, വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പാടങ്ങൾ കത്തിക്കും. ആ പുക മുഴുവനാണ് ദില്ലിയിലേക്ക് വരുന്നത്. അത് പ്രശ്നമില്ല. അപ്പോൾ ഒരു ദിവസം ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് കോടതികൾക്ക് പ്രശ്നമാണ്, ആപ്പിന് പ്രശ്നമാണ്. ഇനിയിപ്പോൾ നോക്കൂ, ഡിസംബർ 1-ാം തീയതി ന്യൂ ഇയർ വരാൻ പോവുക. എത്ര പടക്കം പൊട്ടും ഡൽഹിയിൽ? അത് പ്രശ്നമില്ല. ദീപാവലിക്ക് പൊട്ടുന്ന പടക്കത്തിന് മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഹിന്ദുക്കളുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി സംഘടിതമായ ഒരു നീക്കം നടന്നു വരുന്നതിനിടയ്ക്കാണ് നിർഭാഗ്യവശാൽ അറിഞ്ഞോ അറിയാതെയോ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരൊരു വിധി വന്നത്. ഏതായാലും സുപ്രീം കോടതിയോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. കാരണം കേരളത്തിലെ ഉത്സവങ്ങളില്ലെങ്കിൽ, ഉത്സവങ്ങൾക്ക് രണ്ട് ഭാഗമുണ്ടല്ലോ. ഒന്നൊരു കാർണിവൽ സൈഡ്, ആൾ കൂടുന്നത്. രണ്ടൊരു കൊമേഴ്സ്യൽ സൈഡ് ഉണ്ട്. ഉത്സവങ്ങളുടെ കാലത്ത് എത്ര വലിയ വാണിജ്യമാണ്. അപ്പോൾ ഇത് തൃശ്ശൂർ പൂരം ഇല്ലാതായാൽ ആദ്യം സമരം ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം, തൃശ്ശൂരെ ക്രൈസ്തവരായിരിക്കും. ആ ചുറ്റുപാടുമുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഭൂരിപക്ഷം അവരുടെയാണ്. അപ്പം ശബരിമല തീർത്ഥാടനം ഒന്ന് തടഞ്ഞു പോയിക്കട്ടെ, ആദ്യം കേരളത്തിലെ മുസ്ലിം സംഘടനകൾ സമരം ചെയ്യും. ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത് അവർക്കാണ്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ അവർക്കാണ്. അപ്പോൾ ഉത്സവങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക അടയാളമാണ്, സാമ്പത്തിക സ്രോതസ്സിൻ്റെ നട്ടെല്ലാണ്. അപ്പോൾ അതിൻ്റെ വഴിക്ക് വിട്ട് കേരളത്തിൽ സുപ്രീം കോടതി പറഞ്ഞു 2012 മുതൽ ഇവിടെ നാട്ടാന പരിപാലന നിയമമുണ്ട്. ആ നിയമം കർശനമായി നടപ്പാക്കിക്കോളൂ. അല്ലാതെ ഉത്സവങ്ങൾ മുടങ്ങും. ഈ വിധി പറഞ്ഞ ജഡ്ജിമാർക്കും അറിയാം ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ ഉത്സവങ്ങൾ നടക്കില്ല എന്ന്. അതെ. അല്ല, അത് സത്യത്തിൽ ഒരു അവധാനതയോടെയുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഹൈക്കോടതിയുടെ എന്ന് പറഞ്ഞുകൂടാ. അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞുവല്ലോ. മാത്രമല്ല, ഈ പ്രായോഗികമല്ലാത്ത വിധിന്യായങ്ങൾ അത് നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടെങ്കിൽ പോലും
പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ന്യായാധിപന്മാർ രണ്ടു വട്ടം ആലോചിക്കണം. നമ്മുടെ കേരള ഹൈക്കോടതിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഇമാം ബുഖാരിക്ക് സമൻസ് അയച്ചത്. എത്ര തവണയാണ്? ഒരു തവണ പോലും അദ്ദേഹം ഹാജരായില്ല. ഇമാം ബുഖാരിയെ എന്തോ നിയമരഹിതമായ കോടതി അലക്ഷ്യ കേസിൽ ഇവിടുന്ന് അടിക്കടി സമൻസ് പോയി. ആ സമൻസിനെല്ലാം തൃണവൽ ഗണിച്ചു ഇമാം ബുഖാരി. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്തില്ല. ആ ചെയ്യാതിരുന്നത് ഒരു വിവേകമാണ്. കാരണം അതൊരു കമ്മ്യൂണൽ റൈറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊരു ശരിയായ നിലപാടൊന്നുമില്ല. അല്ല, എങ്കിലും അപ്രായോഗികമായ വിധികൾ പുറപ്പെടുവിക്കുന്നതിന് അത് അപ്രായോഗികമെന്ന് ഞാൻ പറയില്ല സാർ. അതൊരു മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു കേസിൽ ഒരാൾക്ക് സമൻസ് അയക്കുന്നത്. ഈ രാജ്യത്തെ നിയമം മാനിക്കുന്ന ആളാണെങ്കിൽ അയാൾ ആരും ആവട്ടെ ഈ കോടതി മുമ്പ് വരേണ്ടതാണ്. വന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ വരുത്തിക്കുക. ഞാൻ പറയട്ടെ, സുജാതൻ സാറോ ഞാനോ ആണെങ്കിൽ കോടതി എന്നെ പൊക്കിക്കൊണ്ടുപോകും, അറസ്റ്റ് ചെയ്തുകൊണ്ടു. അപ്പോൾ രണ്ട് നിയമം രാജ്യത്ത് പാടില്ല എന്ന് പറയുന്നവരാണ് ഭരണഘടനാ കോടതികളായ ഹൈക്കോടതിയും സുപ്രീം കോടതിയും. ഇതേപോലെ സ്പീക്കർ പുരുഷോത്തമൻ, വക്കം പുരുഷോത്തമന് സമൻസ് അയച്ചു. സ്പീക്കറാണോ വലുത് ഹൈക്കോടതി ജഡ്ജിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അന്ന് ഉയർന്നു. ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അത് പ്രസ് പാസ് കേസിൽ, RS ബഹുവിൻ്റെ പേരിലുള്ള പ്രസ് പാസ് കേസിൽ. അതെന്തായിരുന്നു കേസ് ഒന്ന് ചുരുക്കി പറഞ്ഞു? അത് പിന്നെ ദേശാഭിമാനിയിൽ എഴുതിയ ഒരു വാർത്ത ഇപ്പം സ്പീക്കറുടെ അധികാരത്തെ ചോദ്യം ചെയ്തതാണെന്ന് കണ്ടു. അതുകൊണ്ട് നിയമസഭാ റിപ്പോർട്ടിങ്ങിൽ നിന്ന് RS ബാബുവിനെ അത് എഴുതിയ ആളിനെ ഒഴിവാക്കി. അദ്ദേഹത്തിന് പ്രസ് പാസ് കൊടുത്തില്ല, അസംബ്ലി കയറാനുള്ള പാസ് കൊടുത്തില്ല. അതൊരു വലിയ വിവാദമാക്കി ജേർണലിസ്റ്റുകളെല്ലാം കൂടെ. അപ്പോൾ അത് ഇപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നീക്കമാണെന്നും അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ എന്നതിനിടെ സ്പീക്കർ പുരുഷോത്തമന് നോട്ടീസ് അയച്ചു. അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല. അസംബ്ലിയുടെ അധികാരം സ്പീക്കറുടേതാണ്. അവിടുത്തെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവിടുത്തെ നിയമവും കാര്യങ്ങളും എന്താണെന്നും എങ്ങനെ വേണമെന്നും ഞാൻ തീരുമാനിക്കും. ഈ കേസിൽ ഞാനല്ല, സ്പീക്കറാണ് വലുത്, അല്ല സ്പീക്കറാണ് ജഡ്ജിയേക്കാൾ വലുത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നൊന്നും നടന്നില്ല. അതുപോലെ ഒരു കേസാണ് ഇമാം ബുഖാരിയുടെ. അതുപോലെ ഫ്രഞ്ച് ചാരക്കേസിൽ ജാമ്യം എടുത്ത് പോയിട്ട് ഒറ്റയാളും തിരിച്ചു വന്നില്ല. ആ കേസ് ഇതുപോലെ പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ചാരക്കേസിനെ കുറിച്ച് സംസാരിക്കാം. ഒരു ദിവസം എടുക്കണം. 6 പ്രതികളെ ഫ്രഞ്ച് പൗരന്മാരെ വെറുതെ വിട്ടതിന് തുല്യമായി. കാരണം ആ കേസ് ഇതുവരെയും സെറ്റിൽ ചെയ്തിട്ട് കുറെ കാലം നമ്മുടെ കസ്റ്റംസിന്റെ എംബാർക്കേഷൻ ജെട്ടിയിൽ നൗക കിടപ്പുണ്ട്, ഗലാത്തി എന്ന നൗക. പിന്നെ അത് മുങ്ങിപ്പോയെന്നൊക്കെ തോന്നുന്നു. അത് നശിച്ചുപോയി. അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എംബാർക്കേഷൻ ജെട്ടിയിൽ. നമ്മൾ പത്രത്തിൽ അത് പടമൊക്കെ കൊടുത്തു. അപ്പോൾ അതിനകത്ത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീനറി, സോണാറൊക്കെ ഉണ്ടായിരുന്നു. ഈ സമുദ്രാന്തർ ആഴവളക്കുന്ന മെഷീനൊക്കെ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടറുകളുണ്ടായിരുന്നു. അതൊക്കെ അവിടെ കിടന്ന് നശിച്ചു പോയി. ആ കേസിൽ ചാരപ്രവർത്തനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പിടിക്കപ്പെട്ട പ്രതികളെ ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് പിന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉള്ളതുകൊണ്ട് ഈ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇവിടെ വരുന്നു അത് പ്രമാണിച്ച് വിട്ടയച്ചു. ഉപാധികളോടെ ജാമ്യം കൊടുത്തതാണ്. അവരെ തിരിച്ച് ഹാജരാക്കാം കേസിനെന്നായിരുന്നു അവസ്ഥ. അവർ പോയ പോക്കാണ്. ഇറ്റാലിയൻ നാവികരുടെ കേസിലും അങ്ങനെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ അത് പിന്നെ സെറ്റിൽ ചെയ്തു, കോമ്പൻസേഷൻ കൊടുത്തു. പക്ഷെ എന്നാലും ജാമ്യം കിട്ടി അവർ പോയി. അത് കോമ്പൻസേഷൻ കൊടുത്തു, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി. അതിൻ്റെ അവലാധിക്കാർക്ക് അതിൻ്റെ പരാതിയില്ല. സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയാലും നമ്മുടെ നാട്ടിലെ 2 പേരെ കൊന്നു, വെടിയേറ്റ് മരിച്ചു. കൊലക്കേസിന് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇല്ല എങ്കിലും പിന്നെ വിക്ടിംസിൻ്റെ ബന്ധുക്കൾക്ക് ആവശ്യത്തിലേറെ പൈസ കിട്ടിയപ്പോൾ ബ്ലഡ് മണി വാങ്ങി കേസ് തീർക്കുന്ന പരിപാടി ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പക്ഷേ അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് തീർത്തു. അത് പറയാം, ലാറ്റിൻ സഭയൊക്കെ അതിനകത്ത് മീഡിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതങ്ങനെ തീർന്നു. അതേസമയത്ത് ഈ ഫ്രഞ്ച് ചാരക്കേസിലെ പ്രതി അവിടുത്തെ പിന്നെ ക്യാപ്റ്റൻ ക്ലബിൻ്റെ ചെയർമാനായിരുന്നു. എലിസ് പിന്നെ ഫുട്ടാർഡോ എന്നൊക്കെ പറയുന്ന കുറേ ആളുണ്ടായിരുന്നു, ഫ്രാൻസിസ് ഫ്രൂട്ടാർഡോ. അവരൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പം അവിടെ ഫ്രഞ്ച് പാർലമെൻറ്റിലൊക്കെ ഇത് ചർച്ചയായി. അങ്ങനെയാണിത് തിരിച്ചു പോയത്. അത് നമ്മുടെ കേരള ഹൈക്കോടതി ഇതുപോലെ നിയമത്തിലിങ്ങനെ കടുകട്ടിയായി നിന്നുകൊണ്ട് ഇതുപോലെ ചില അപ്രായോഗികമായ വിധി പ്രഖ്യാപിച്ച് അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട്. മുമ്പും അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ആന വിധിയിലും അങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണവും സുപ്രീം കോടതിയുടെ അഭിപ്രായവും വിധിയും വന്നപ്പോൾ വ്യക്തമായി. നമുക്ക് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാവും, 3 മീറ്റർ അകലത്തിൽ ഓരോ ആനയും നിൽക്കണം. അങ്ങനെ വന്നാൽ നമുക്ക് എത്ര ഉത്സവപ്പറമ്പുണ്ട്, എത്ര ആനയെ ഉൾക്കൊള്ളാൻ പറ്റും?
അത് ഫലത്തിൽ ഉത്സവം നടത്തണ്ട, ആന എഴുന്നള്ളിക്കണ്ട എന്ന് എന്ന് പറയുന്നത് പറയുന്നതിന് പോലെയായിരുന്നു. തുല്യമാണ്. വളഞ്ഞു പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇല്ല, അതെ അതെ. അപ്പോൾ ഉത്സവ പറമ്പുകളിൽ ആനയും പകൽപൂരവും ഒന്നും വേണ്ട എന്ന അർത്ഥത്തിലേക്ക് ഇത് പോയാൽ ഉത്സവങ്ങളുടെ ഗരിമ കുറയും, അതിൻ്റെ പ്രാധാന്യം കുറയും. സുനിൽ പറഞ്ഞതുപോലെ അതിൻ്റെ വാണിജ്യ മൂല്യവും ഭാവിയിൽ ഇല്ലാതെയാകും. അതാണ്. ഏതായാലും കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും വിട്ടിട്ട് ഒരു ജീവിതമില്ല. അതെ. അപ്പോൾ അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നീക്കം എവിടെ നിന്ന് വന്നാലും നിർഭാഗ്യകരമാണ്. ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം കേരളത്തിലെ ഉത്സവങ്ങളെ രക്ഷിച്ചു എന്ന് നമുക്ക് പറയാം. അത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗം. അതെ, അത് കുറേ ഇനി ഒരുപാട് ആളുകൾ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ഏതായാലും തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴ പൂരവും ഒക്കെ അതിഗംഭീരമായി ഈ വർഷവും നടക്കും. മാത്രമല്ല, പൂർണ്ണത്രയീശ അമ്പലത്തിൻ്റെ ഭാരവാഹികൾക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിനും എതിരെ എടുത്ത കേസിലും ഈ കാര്യത്തിൽ അതെ, ആ കേസും കഴിഞ്ഞു. പക്ഷേ പൂർണ്ണത്രയീശൻ്റെ ഉത്സവം ആചാര ലംഘനത്തോടു കൂടിയാണ് നടന്നത്. സുപ്രീം കോടതിയിൽ ഒരു തെറ്റുതിരുത്തൽ കൂടി ഉണ്ടെന്ന് എനിക്കതിനകത്ത് തോന്നുന്നു. കാരണം സുപ്രീം കോടതിക്ക് ഒരു അബദ്ധം പറ്റിയിരുന്നു. ഈ ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജയുടെ കാര്യത്തിൽ ആ സംഭവം വന്നപ്പോഴത്തേക്ക് കോടതി തൽക്കാലം ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അത് കഴിഞ്ഞുപോയി. അപ്പോഴേക്ക് പിറ്റേ ദിവസം കോടതി തിരിച്ചു വന്നു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. കോടതി അന്ന് തന്നെ അത് എൻ്റർടൈൻ ചെയ്തിരുന്നെങ്കിൽ അത് മുടങ്ങില്ലായിരുന്നു. അപ്പോൾ കോടതിക്ക് ഒരു ഖേദം വന്നിട്ടുണ്ട് അതിൽ. അത് ഇതിനകത്ത് വ്യക്തമാണ്. അതായത് മൃഗങ്ങളുടെ അവകാശത്തിൻ്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മൃഗാവകാശങ്ങളുടെ പേരിലല്ല, എന്തിൻ്റെ പേരിലും ക്ഷേത്രാചാരങ്ങൾ മുടങ്ങാൻ പാടില്ല എന്ന് ഇതിനെ വായിക്കാൻ കഴിയും. അതെ. മാത്രമല്ല, ആചാരവും വിശ്വാസവും അതിന് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കടുകട്ടിയായി കാണാൻ പറ്റുന്ന കാര്യമല്ല. അത് മനുഷ്യൻ്റെ പാരമ്പര്യനിഷ്ഠമായ ഒരു വിശ്വാസവും ആചാരവുമാണ്. അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് ഭംഗി. അതെ, അത് സുപ്രീം കോടതിക്ക് ഏതായാലും മനസ്സിലായി. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.